ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു പുത്തൻ വെറൈറ്റി സ്നാക്കാണ് കേട്ടോ. ഇതിൻ്റെ പേര് ചിക്കൻ ട്യൂബ്സ് എന്നാണ്. അപ്പോൾ ഈ ഒരു മോഡൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ചെറിയൊരു ട്യൂബിൻ്റെ മോഡലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ പെട്ടെന്നൊരു 10-15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊരു വെറൈറ്റി ആയിട്ട് കഴിക്കണം തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ മെയിനായിട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് എണ്ണ മാത്രമേ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ചെറിയൊരു ഹെൽത്തി ഐറ്റം തന്നെ വേണ്ടിയിട്ട് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ട്യൂബിലേക്കുള്ള ചെറിയൊരു മസാല റെഡിയാക്കി എടുക്കാം. സിമ്പിളായിട്ടുള്ള മസാലയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്കൊരു മീഡിയം സൈസ് സവാള ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ചേർക്കുന്ന വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം ചെറുതായിട്ട് തന്നെ ചോപ്പറിൽ കട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് സമയം അങ്ങ് ഓവർ സോഫ്റ്റായിട്ട് വഴറ്റിയെടുക്കണം. ജസ്റ്റ് ഒന്ന് ചുരുങ്ങി കിട്ടുമല്ലോ, നമുക്ക് ഒന്നങ്ങ് വാടിക്കിട്ടുക, അത്രമാത്രം മതി. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സവാള ഒന്നങ്ങ് വാടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി ക്യാബേജ് ചേർത്ത് കൊടുക്കണം. അതും ഇതുപോലെ പൊടിയായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് നിറയെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ ക്യാപ്സിക്കം ഇതുപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വേറെ കളേഴ്സൊക്കെ ക്യാപ്സിക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇന്നത് തന്നെ നിർബന്ധമൊന്നുമില്ല. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് നിറയെ എടുത്തിട്ടുള്ള ഒരു 1/3 കപ്പ് അളവിൽ ക്യാരറ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ചെറുതായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2-3 പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് പ്രത്യേകം ഒരുപാട് ചേർക്കണ്ട കേട്ടോ, കാരണം നമ്മളിതിൽ ചിക്കനും മയോണൈസൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഓവറായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഒരു 2-3 പിഞ്ച് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു വെജിറ്റബിൾസൊക്കെ ചേർന്നിട്ട് ഒന്നങ്ങ് സോഫ്റ്റായി കിട്ടണം. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരുപാട് സമയമൊന്നും വെക്കരുത്, പെട്ടെന്ന് തന്നെ അടുപ്പ് തുറക്കണം. ഏതാണ്ട് 1-2 മിനിറ്റ് മാത്രമേ വേണ്ടുള്ളൂ. ഫ്ലെയിം കുറച്ചിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക കേട്ടോ. ഓവർ സോഫ്റ്റ് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതാണ്ട് ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കണ്ടില്ലേ, ഈ ഒരു രീതിക്കായിട്ടുണ്ട്. ഇത്ര മാത്രം മതി കേട്ടോ. ഈ ഒരു രീതിക്ക് സോഫ്റ്റ് ആയതിനു ശേഷം നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 350 ഗ്രാം അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. കുറച്ച് മഞ്ഞൾ, ഉപ്പ്, കുരുമുളക് പൊടി ഇത് മാത്രം ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചോപ്പറിലിട്ടിട്ട് നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുത്തില്ലേ, ആ ഒരു സൈസിൽ തന്നെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ ആക്കിയെടുക്കുക. ഓവർ അരച്ചെടുക്കരുത് കേട്ടോ. ചിക്കൻ അപ്പോൾ ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല, ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടണം. ഈ ഒരു സൈസിലാണ് നല്ലത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും. പിന്നെ നമ്മൾ എരിവിന് പച്ചമുളകോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ഫില്ലിങ് ചേർക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഈ ഒരു ഫില്ലിങ്ങിൽ കുരുമുളക് പൊടിയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം 2 ടീസ്പൂൺ വേണ്ടിക്കും അങ്ങനെയും ചേർക്കട്ടെ. ഞാനിപ്പോൾ 1 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേറെ ഒരു പൊടികളും നമ്മളിതിൽ ചേർക്കണ്ട കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഈ ഒരു ഫില്ലിങ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുന്ന സമയത്ത് നല്ലപോലെ സെറ്റ് ആവും കേട്ടോ നമ്മുടെ ഫില്ലിങ്. എന്നിട്ട് നന്നായിട്ട് ആവി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുപ്പ് തുറക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണേ. ആ ഒരു ടൈമിൽ നമ്മുടെ ഫില്ലിങ് എല്ലാം കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് സെറ്റായിട്ട് കിട്ടും കേട്ടോ. ചിക്കനിലൊക്കെ നമ്മുടെ ഈ ഒരു വെജിറ്റബിൾസിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ ഇതാ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞാൻ അടുപ്പ് തുറക്കുന്ന സമയത്ത് കണ്ടില്ല, നല്ലപോലെ ആവി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ ഈ ഒരു ടൈമിൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മെയിനായിട്ടുള്ളൊരു ഐറ്റം എന്ന് പറയുന്നത് മയോണൈസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മയോണൈസ് ഒരുപാട് അങ്ങ് ആദ്യം തന്നെ ചേർക്കരുത്. ഒരു 2-3 ടേബിൾ സ്പൂൺ ഇതുപോലെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എത്രത്തോളം ഈ ഒരു നമ്മുടെ ഫില്ലിങ്ങിലേക്ക് പിടിച്ച് കിട്ടാൻ ആവശ്യമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ നോക്കി കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലാസ്റ്റ് ഈ ഒരു ടൈമിൽ ഉപ്പ് ചെക്ക് ചെയ്യണേ, നോക്കണേ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചിക്കനിലും മയോണൈസിലും വെജിറ്റബിൾസിലും എല്ലാത്തിലും കുറച്ച് ഇട്ടത് കൊണ്ട് തന്നെ പെട്ടെന്ന് കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഓവറായിട്ട് ഇടരുത്, നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറിൽ ഈ ഒരു രീതിക്ക് കിട്ടണം കേട്ടോ. ഓവറായി പോകാനും പാടില്ല, എന്നാൽ നമ്മുടെ ഈ ഒരു വെജിറ്റബിൾസിലൊക്കെ മയോണൈസിൻ്റെ ആ ഒരു ടേസ്റ്റ് പിടിച്ച് കിട്ടുകയും വേണം. ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഫില്ലിംഗ് ആണ്.
അപ്പോൾ നമുക്ക് ട്യൂബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഒരു അളവൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, നിങ്ങൾക്ക് എത്ര സ്നാക്ക് വേണോ അതിനനുസരിച്ച് എടുക്കാം. അപ്പോൾ എടുക്കുമ്പോൾ ഇതുപോലത്തെ സ്ലൈസസ് തന്നെ നോക്കിയിട്ട് വാങ്ങിക്കാം കേട്ടോ, കാരണം എല്ലാ സൈഡും ഒരുപോലെ ഉള്ളതും പിന്നെ ഇതുപോലെ കുറച്ചൊരു വലുപ്പമുള്ള ബ്രെഡ് സ്ലൈസ് ആണെങ്കിൽ ട്യൂബിൻ്റെ വലുപ്പം കുറച്ച് കൂടും കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഓരോരോ സ്ലൈസ് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. നല്ലപോലെ ഒരു റോളർ ഉപയോഗിച്ചിട്ട് നല്ലൊരു തിന്നായിട്ടൊരു ഷീറ്റാക്കി നമുക്ക് മാറ്റിയെടുക്കണം പരത്തിയിട്ട്. അപ്പോൾ രണ്ട് സൈഡും നല്ലപോലെ പരത്തിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് പരത്തിയതിന് ശേഷം നമ്മുടെ ഈ ഒരു സൈഡ് ഭാഗമില്ല ബ്രൗൺ കളർ വരുന്ന പാർട്ട് അത് മൊത്തത്തിലൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് ഞാൻ നല്ലൊരു ഷീറ്റാക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് നല്ലൊരു പെർഫെക്ഷനിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിക്കായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ബ്രൗൺ പാർട്ടിൽ ഇത് കളയണ്ട കേട്ടോ, നമുക്ക് ബ്രെഡ് ക്രംസൊക്കെ ആക്കിയിട്ട് യൂസ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മുടെ ട്യൂബ്സ് റെഡിയാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഞാൻ ഒരു ബ്രെഡ് സ്ലൈസ് ഇതുപോലെ ഈ ഒരു ബോർഡിൽ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഇല്ല അത് നല്ലപോലെ ചൂടാറിയതിന് ശേഷമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ എത്രത്തോളം നിങ്ങൾക്ക് വേണോ അതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നല്ല ടൈറ്റായിട്ട് പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനിവിടെ കുറച്ചൊരു ബൗളിൽ പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ആ ഒരു അറ്റത്തില്ല ലാസ്റ്റ് വരുന്ന അറ്റത്ത് ഒന്ന് വിരൽ വേണ്ടി ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് തൊട്ടിട്ട് നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സ്റ്റിക്കായി നിന്നോളും കേട്ടോ ബ്രെഡ്. വേറെ മൈദയുടെ ഗമ്മോ കാര്യങ്ങളോ ഒന്നും റെഡിയാക്കി എടുക്കേണ്ട ആവശ്യമില്ല, വെറും വെള്ളം മാത്രം മതി. എന്നിട്ട് ഈ ഒരു രണ്ട് സൈഡില്ല അവിടെ നിങ്ങൾക്ക് ഗ്യാപ്പ് പോലെ കാണാൻ പറ്റിയില്ലേ, ആ ഒരു ഭാഗത്ത് കൂടി ഇതുപോലെ ഫില്ലിംഗ് ഒന്ന് നിറച്ച് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് എത്ര നിറച്ചാലും ഈ ഒരു ഭാഗം എന്തായാലും ഒരു ഗ്യാപ്പ് കാണാൻ പറ്റും. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് ലാസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിൽ കൂടി നിറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നല്ലപോലെ നല്ല ഭംഗിയിൽ സെറ്റായി കിട്ടും കേട്ടോ. ആ ഒരു ഉൾഭാഗം കാണാത്ത രീതിയിൽ ഇവിടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കരുതും ആ ഒരു ഫില്ലിങ് പുറമേ വരില്ലേ എന്നുള്ളത്, അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട കേട്ടോ, പുറമേ വരുമൊന്നുമില്ല. അപ്പോൾ വിരൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, കാരണം നമ്മുടെ നല്ല ക്രീമി ഫില്ലിംഗ് ആണല്ലോ മയോണൈസ് ചേർത്തത് കൊണ്ട് തന്നെ. അപ്പോൾ ഈ ഒരു സൈഡും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടി ഫില്ലിംഗ് എടുത്തിട്ട് എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് കാണാൻ പറ്റും ലാസ്റ്റ്. അപ്പോൾ കുറച്ച് ഫില്ലിംഗ് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് നിറച്ചിട്ട് വിരൽ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. സിമ്പിളാണ് കേട്ടോ നമ്മുടെ ട്യൂബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ ട്യൂബ് സെറ്റ് ആയിട്ടുണ്ട്. ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ റോൾ ചെയ്ത് കൊടുക്കുമല്ലോ, ഒന്ന് ഉരുട്ടിയെടുക്കുമല്ലോ, ആ ഒരു രീതിക്ക് ഒന്ന് ചെയ്ത് കൊടുത്താൽ ആ ഒരു ട്യൂബിൻ്റെ കറക്റ്റ് ഒരു പെർഫെക്ഷൻ കിട്ടും കേട്ടോ. കാരണം നമ്മുടെ ഫില്ലിംഗ് വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ചെറിയൊരു ചെരിവൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റായിട്ട് കിട്ടും. അതിനാണ് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, സിമ്പിളായിട്ടുള്ളതായിട്ടാണ് നമ്മുടെ ഒരു ചെറിയൊരു ട്യൂബിൻ്റെ ഷേപ്പ് തന്നെ കിട്ടിയില്ലേ. അപ്പോൾ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ ട്യൂബ്സ് മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ രീതിക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ ട്യൂബ് രണ്ട് രീതിക്ക് ടോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് രണ്ടും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബൗളിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് വേണ്ട, ചെറിയൊരു ടേസ്റ്റ് ബാലൻസിന് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുക്കണം. ഏതാണ്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ മാത്രം മതി കേട്ടോ, ഒരുപാട് കൂടി പോകരുത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. നമ്മുടെ മുട്ടയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് കിട്ടുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഫ്ലേവർ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മുട്ടയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ട്യൂബ് എങ്ങനെയാണ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ചിക്കൻ ട്യൂബ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ചെയ്യുക, ഓവർ എണ്ണയിൽ നമ്മൾ പൊരിച്ചെടുക്കില്ല. അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒന്ന് നല്ലപോലെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ, ഓയിലൊന്നും യൂസ് ചെയ്യേണ്ട, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. നെയ്യോ ബട്ടർ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. നെയ്യ് ഇഷ്ടമില്ല അതുണ്ടെങ്കിൽ ഓയിൽ യൂസ് ചെയ്യട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്നിട്ട് നമ്മൾ ഓരോ റെഡിയാക്കി വെച്ചിട്ട് ചിക്കൻ ട്യൂബില്ലേ അത് മൊത്തത്തിൽ ഇതുപോലെ ഈ ഒരു മുട്ടയുടെ മിക്സിൽ നമ്മൾ സാധാ റൊട്ടി ഇങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു രീതിക്കൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. അത്ര മാത്രമേ ഉള്ളൂ, സിമ്പിളാണ് പരിപാടി. എല്ലാവർക്കും അറിയാമല്ലോ ബ്രെഡ് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിക്ക് തന്നെ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് മൊത്തത്തിലൊന്ന് റോൾ ചെയ്ത് പെട്ടെന്ന് എടുക്കുക കേട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് എന്നിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ആ ഒരു 2 സൈഡ് ഭാഗമില്ലേ അതും ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് ആ ഒരു മുട്ടയുടെ ഗമ്മൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വെന്തോട്ടെ. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ ട്യൂബ് റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. പ്രത്യേകിച്ച് എണ്ണ കുറവുള്ളത് കൊണ്ട് തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ്.
ഇത് ഈ ഒരു ചിക്കൻ ട്യൂബ് ഞാനൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ രണ്ടാമത്തെ രീതി എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചിക്കൻ ട്യൂബ് റെഡിയാക്കുന്നത് സെയിം രീതി തന്നെ കേട്ടോ. നമ്മുടെ പാനിൽ നല്ലപോലെ ഒന്നിക്ക് നെയ്യ്, അല്ലെങ്കിൽ നെയ്യ് എന്ന് പറയുമ്പോൾ നമ്മുടെ RKG അല്ലെങ്കിൽ മിൽമ നെയ്യ് അങ്ങനത്തെ ഏതെങ്കിലും നല്ല ഫ്ലേവറൊക്കെ ഉള്ള നോക്കിയിട്ട് എടുക്കണേ. ഒന്നിക്കിൽ അങ്ങനെ ഏതെങ്കിലും, അല്ലെങ്കിൽ ബട്ടർ ഒന്ന് നല്ലപോലെ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഡയറക്റ്റ് നമ്മുടെ ട്യൂബിൽ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇതുപോലെ പാനിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ചെറിയ രീതിക്ക് ഒന്ന് ടോസ്റ്റ് ആക്കി കിട്ടുമ്പോൾ ഒരു കുറച്ചൊരു ക്രിസ്പി ആയി കിട്ടുമല്ലോ, ആ ഒരു രീതി ആവുന്ന സമയത്ത് ഇങ്ങ് എടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതി ഞാൻ കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലവർക്ക് ഓവർ മുട്ടയിൽ അങ്ങനെ മുക്കിയെടുത്ത് ഫ്രൈ ആക്കുന്നതൊന്നും ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡാണ്. അങ്ങനെ ഞാൻ ഇത് മൊത്തത്തിൽ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് രീതിക്കും ഞാൻ ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ റെസിപ്പിയാണ്. എന്തായാലും ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതി എന്ന് പറയുന്നത് ഞാൻ ഇതിപ്പോൾ കട്ട് ചെയ്യുന്നത് നമ്മളെ മുട്ടയിൽ മൊത്തത്തിൽ കോട്ട് ചെയ്തിട്ട് വാട്ടിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്